സൂര്യഗായത്രിയും രേണുകയും അവിടെ മറ്റൊരു അതിഥിയുമായി തയ്യാറാണ്. സൂര്യയുടെയും ഗായത്രിയുടെയും കൂടെ ആരാണുള്ളത്? പാലക്കാട് പാട്ട് ഗ്രാമത്തിൽ നിന്നുള്ള ഒരു മിടുക്കനുമാണ് ഞങ്ങളോടൊപ്പം ഉള്ളത്. സഹോദരങ്ങളാണ് രണ്ടുപേരും കലോത്സവത്തിന് മത്സരിക്കുന്നുണ്ടായിരുന്നു. ഏതായിരുന്നു ഇനം? ഞാൻ ക്ലാസിക്കൽ മ്യൂസിക്കും കഥകളി സംഗീതവും. മോൾ ഏതായിരുന്നു? ഞാൻ വയലിൻ ഓറിയന്റലായിരുന്നു. ചേട്ടനും അനിയത്തിയും ഏതായിരുന്നു? ഏതാ സ്കൂള്? ഞങ്ങൾ GVGHS ചിറ്റൂർ പാലക്കാട്. രണ്ടുപേരും ഒരേ സ്കൂളാണ്? അല്ല, ഞാൻ GHS ചിറ്റൂർ ബോയ്സ് സ്കൂളിൽ നിന്ന്. നമുക്ക് ഇവരുടെ പ്രകടനം കാണാം. അതായത് അനിയത്തി വയലിൻ വായിക്കും, ചേട്ടൻ പാടും. റെഡി അല്ലേ? ഓക്കെ. வாய்மொழி இந்த தாய்மொழியும் இன்று வசப்பட விளையடி வயிற்றுக்கும் தொண்டைக்கும் காத்திருந்த പാട്ട് ഗ്രാമത്തിൽ നിന്ന് രണ്ട് പാട്ടുകാർ അല്ലെങ്കിൽ രണ്ട് കലാകാരന്മാരാണ് വരുന്നത്. അനിയത്തി വയലിൻ വായിക്കുന്നു, ചേട്ടൻ പാട്ട് പാടുന്നു, അമ്മ അവിടുന്ന് എൻജോയ് ചെയ്യുന്നു. ഇത് തമിഴിലൊരു ഡയലോഗുണ്ട്. എനിക്ക് ആ ഡയലോഗാണ്, വടിവേലുണ്ട് ഒരു ഡയലോഗാണ് എനിക്കതൊരു ഓർമ്മ വന്നത്. വളരെ ഒരു കലാകുടുംബമാണോ? കലാകുടുംബമാണ്. എല്ലാവരും വീട്ടിൽ അവിടെ പാട്ട് ഗ്രാമം എന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാവരും പാടും. അങ്ങനിട്ട പേരാണ് പാലക്കാട്. ആ പാട്ട് ഗ്രാമം എന്തായാലും നമുക്ക് എല്ലാവർക്കും തന്നെ പരിചിതമാണ്, വളരെ പ്രസിദ്ധമാണ്. ഇത്രയധികം പാട്ടുകാരുള്ള ഒരു ഗ്രാമം. അവിടെ നിന്ന് ആ പാട്ട് ഗ്രാമത്തിന്റെ ആ പാരമ്പര്യം അവരും ആ സഹോദരങ്ങളും എന്തായാലും കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം.